കേരളത്തിന് അഭിമാനമേകുന്ന ഒരു വാർത്തയിലേക്കാണ്. പരിസ്ഥിതി പ്രവർത്തക കൊല്ലകയിൽ ദേവകി അമ്മയ്ക്ക് പത്മ പുരസ്കാരം. പീപ്പിൾസ് പത്മ കാറ്റഗറിയിലാണ് ദേവകി അമ്മയെ തേടി പത്മശ്രീ എത്തിയിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് നൽകിയ അതുല്യമായ സംഭാവനയ്ക്കാണ് ഇങ്ങനൊരു പുരസ്കാരം, ഇങ്ങനൊരു ആദരവ് രാജ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അർജുൻ, നമ്മൾ മാതൃഭൂമി ന്യൂസ് തന്നെ നേരത്തെ ദേവകി അമ്മയെക്കുറിച്ചുള്ള വാർത്ത ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വിഭാഗത്തിന്, ഒരു നാടിനെ മുഴുവൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും ഒക്കെ പ്രചോദനം നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എങ്ങനെയാണ് അവരെ ഈ പത്മശ്രീയുടെ തിളക്കത്തിലേക്ക് വരുന്നത്? ഒപ്പം മറ്റാരൊക്കെ രാജ്യത്തിന്റെ ആദരവേറ്റുമാണ്? ദിവിഷ താഴെത്തട്ടിലുള്ളവരിലേക്ക് കൂടി, അതായത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ളവരിലേക്ക് കൂടി ഈ പുരസ്കാരങ്ങൾ, പ്രതിഭകളിലേക്ക് പുരസ്കാരങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു പ്രമേയത്തിലാണ് പീപ്പിൾസ് പത്മ എന്ന് പറയുന്ന വിഭാഗം. അതിൽ തന്നെ 2017 മുതൽ ഈ പീപ്പിൾസ് പത്മ അൺസങ് ഹീറോ എന്നുള്ള വിഭാഗത്തിൽ കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. ആ ഒരു വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 45 പേർക്ക് പുരസ്കാരങ്ങൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലാണ് ഒരാൾ, കൊല്ലകയിൽ ദേവകി അമ്മ, മലയാളിയാണ്, ആലപ്പുഴ സ്വദേശിയാണ്. അവർക്ക് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വന്തം നിലയിൽ നോമിനേഷനൊക്കെ നൽകാൻ കഴിയുന്നൊരു വിഭാഗം കൂടിയാണ് ഈ പറയുന്ന പീപ്പിൾസ് പത്മ എന്ന് പറയുന്നത്. ഈ ദേവകി അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ 1980 അവർക്കൊരു അപകടം സംഭവിച്ചിരുന്നു. ആ അപകടത്തിന് ശേഷം ഇവർക്ക് ഈ നെൽവയലിലും ഒന്നും തന്നെ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ വീടിന് പുറകിൽ തന്നെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി. അത് പിന്നീട് കാലക്രമേണ 4.5 ഏക്കർ ഭൂമി ഒരു വനഭൂമിയായി മാറി. അവിടെ തന്നെ 3000-ലധികം വൃക്ഷങ്ങളുണ്ട്. ഈ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള സസ്യങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. അവിടെ തന്നെ അപൂർവമായിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും എല്ലാം വരുന്ന, അവരെയെല്ലാം ആകർഷിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ പറയുന്ന ദേവകി അമ്മ. 1980 ശേഷം, അതിന് 84 വെച്ച് തുടങ്ങിയിട്ടുള്ള മരങ്ങൾ പിന്നീട് 4.5 ഏക്കർ വലിപ്പമുള്ള ഒരു വനമായി മാറുന്നതും അതിൽ അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും പ്രയത്നങ്ങളും എല്ലാം തന്നെയാണ് ഇപ്പോൾ എന്തായാലും അംഗീകാരത്തിന് അർഹമായിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരുന്ന കാലത്ത് രാജ്യത്തിന് തന്നെ മറ്റൊരു പുരസ്കാരം കൂടി, നാരീശക്തി പുരസ്കാരം കൂടി ലഭിച്ചിട്ടുള്ള, അതിനു കൂടി അർഹമായിട്ടുള്ള ആളാണ് ഈ പറയുന്ന ദേവകി അമ്മ. മറ്റു പുരസ്കാരങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ചും പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ ശ്രേണിയിൽ വിഭാഗത്തിൽ തന്നെയുള്ള മറ്റ് പുരസ്കാരങ്ങളെല്ലാം തന്നെ ഇന്ന് രാത്രിയോടെയായിരിക്കും പ്രഖ്യാപിക്കുക. അതിന് മുന്നോടിയാണ് ഇപ്പോൾ ഈ താഴെത്തട്ടുള്ളവരിലേക്ക് കൂടി, ഈ താഴെത്തട്ടിലുള്ള പ്രഗത്ഭരിലേക്ക് കൂടി ഈ ഒരു പുരസ്കാരം എത്തുക എന്നുള്ള ഒരു പ്രമേയത്തിൽ കേന്ദ്ര സർക്കാർ 2017 മുതൽ ആരംഭിച്ച പീപ്പിൾസ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതും അതിലൊരു മലയാളി ഇടം നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചും വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്നതുമാണ്. ശരിയാണ്. വാഴ്ത്തപ്പെടാതെ പോകുന്ന ധീരരെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവർക്ക് കൂടി ആ ഒരു അംഗീകാരം അവരിലേക്ക് രാജ്യത്തിന് ആദരം എത്തണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പീപ്പിൾസ് പത്മ അൺസങ് ഹീറോസ് എന്ന ഒരു വിഭാഗം 2017 മുതൽ ഉൾപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ദേവകി അമ്മയെ തേടി, നമുക്കറിയാം, അല്ലെങ്കിൽ വലിയ കലാരംഗത്തോ അല്ലെങ്കിൽ മറ്റ് രംഗമേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്നവരെ തേടിയാണ് പത്മ പുരസ്കാരങ്ങൾ എത്താറെങ്കിൽ ഇതൊന്നുമില്ലാതെ സാധാരണ ജീവിതം നയിക്കുകയും പക്ഷേ ആ സാധാരണ പ്രവൃത്തി ഒരു സമൂഹത്തിനാകെ അസാധാരണമായ ഗുണം കൈവരിക്കുന്ന നിലയിലേക്ക് പ്രവർത്തന മികവ് പുലർത്തുന്നവരെ തേടിയാണ്. അങ്ങനെ ആ വഴിയിലാണ് ദേവകി അമ്മയും ആദരിക്കപ്പെടുന്നത്.